മകരം പെരുന്നാളായിരുന്നു കേട്ടോ ഇന്നലെ അവസാനത്തെ ദിവസമായിരുന്നു. അപ്പം ഞങ്ങളുടെ ചെല്ലാനം പള്ളിയിലെ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ പെരുന്നാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇടവകയിലെ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഈ നാടിൻ്റെ മൊത്തം ഒരു ഉത്സവ പ്രതീതിയാണ്. എല്ലാവരും വരും, എല്ലാവരും വന്ന് പങ്കെടുക്കും. ഇവിടുന്ന് കെട്ടിച്ച് വിട്ടവരൊക്കെ വീട്ടിൽ വരും. അങ്ങനെ ഒരു ഭയങ്കര ഒരു ഉത്സവ അന്തരീക്ഷമുള്ള ഒരു ഇടവകയിലെ പെരുന്നാളാണ് നമ്മളുടെ മകരം പെരുന്നാൾ കേട്ടോ. അപ്പം നമ്മൾ ഡാഡിയുടെയൊക്കെ അങ്ങോട്ട് വീട്ടിലേക്ക് പോയി, ഡോർഫിൻ്റെ വീട്ടിലേക്ക് പോയി. ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഊണൊക്കെ കഴിച്ചിട്ട് എല്ലാവരും കൂടെ വൈകുന്നേരം കുർബാനയ്ക്ക് പള്ളിയിൽ പോയി. പള്ളിയിൽ നമുക്ക് ഇരിക്കാനൊക്കെ സ്ഥലം കിട്ടി. സാധാരണ നമ്മൾ ചെല്ലുമ്പോഴേക്കും പുറത്തൊക്കെയാണ് നിൽക്കേണ്ടി വരാറ്. തവണ അകത്തിരുന്ന് നല്ല സ്വസ്ഥമായിട്ട് വളരെ ഭക്തിയോടുകൂടി കുർബാനയൊക്കെ കൂടാൻ സാധിച്ചു. കുർബാന കഴിഞ്ഞപ്പോഴേക്കും പിള്ളേർക്കൊക്കെ ദാഹിച്ചു. അപ്പോൾ കൊണ്ടുപോയി പുറത്ത് കൊണ്ടുപോയിട്ട് ഞങ്ങൾ സർബത്തൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോഴാണ് ഒരു ആശ്വാസമായത്, കാരണം അത്രയ്ക്ക് ദാഹിച്ചു പോയി. അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ പ്രദക്ഷിണമാണ്. നമ്മളിവിടുത്തെ പ്രദക്ഷിണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുർബാന കഴിയുമ്പോൾ ആ ഒരു വൈകുന്നേരം ഇറങ്ങുന്ന ആ ഒരു പ്രദക്ഷിണം, അത് ഈ നമ്മുടെ റോഡിലൂടെയൊക്കെ നടന്ന് പള്ളി ചുറ്റി അകത്ത് കയറുമ്പോൾ ശരിക്കും ഇരുട്ടിയിട്ടുണ്ടാവും. അത്രയും വലിയൊരു പ്രദക്ഷിണമാണ്. കുറേ രൂപങ്ങളൊക്കെ ഇറക്കി എല്ലാവരും കുറേ പേരിങ്ങനെ രൂപങ്ങളൊക്കെ ചുവന്ന് ഇങ്ങനെ വലിയ പ്രദക്ഷിണം കേട്ടോ. അപ്പം അത് സാധാരണ വർഷങ്ങളിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എമ്മിക്കുട്ടിയും അല്ലെങ്കിൽ റബേക്കൊക്കെ ചെറുതായിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ പ്രദക്ഷിണത്തിന് ഇങ്ങനെ നടന്ന് കൂടെ പോകാറില്ല. ഇവരെയും കൊണ്ട് പോകലൊക്കെ പാടാണല്ലോ. അതുകൊണ്ട് ഞാൻ മാറിയിരിക്കലാണ് പതിവ് കേട്ടോ. അവിടെ നിന്ന് അങ്ങനെ പള്ളിയിൽ തന്നെ ഇരുന്നുകൊണ്ട് അന്നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങളങ്ങനെ പ്രദക്ഷിണം കൂടിയായിരുന്നു. ഇത്തവണയും പ്രദക്ഷിണത്തിന് പോയി കേട്ടോ. പള്ളിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോയപ്പോൾ ആൾ കുറവാണെന്ന് ഇങ്ങനെ എനിക്ക് തോന്നിയായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് എനിക്ക് തോന്നിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരം വെട്ടമുള്ളപ്പോൾ തുടങ്ങിയ പ്രദക്ഷിണമാണ്. തീർന്നപ്പോഴേക്കും ഇങ്ങനെ അവിടെ മൊത്തം ഇരുട്ടായി. അപ്പോൾ പ്രദക്ഷിണത്തിന് ശേഷം അവിടെ ബാൻഡും ചെണ്ടയൊക്കെ ആയിട്ടൊരു ഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഒപ്പം വയലിനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സാറയുടെ കൂട്ടുകാരി ബിനിതേനെയും പിന്നെ എല്ലാ ഫ്രണ്ട്സിനെ തന്നെ അവൾ കണ്ടു കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ കണ്ടു, ഭയങ്കര ഹാപ്പി ആയി. ഇന്നലെ വൈകുന്നേരം എൻ്റെ പള്ളിയിലത്തെ സംഭവങ്ങൾ കഴിഞ്ഞപ്പോൾ വാങ്ങിച്ച സാധനമായിട്ട് വന്നേക്കാണ്. എത്ര ദിവസത്തൊക്കെ ഉണ്ടാവും? അടുത്ത പെരുന്നാൾ വരെ വെച്ചേക്കണം. ചുമ്മാ ചിത്തായിപ്പോ കേട്ടാ. ഡാഡി പെരുന്നാളിന് മേടിച്ചത് ഇതാണ്, ലവ് യു എന്ന് എഴുതിയ ബലൂൺ. കുറെ നാളെ ഡാഡി ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ് മേടിച്ച. അതല്ല, ഡാഡിക്കായിട്ട് മേടിച്ചത് ബലൂണാണ്. മേടിച്ച് ഞാൻ ഡ്രോപ്പിക്ക് വേണ്ടിയാണ് ബ്ലാക്ക് കറന്റ് ഐസ്ക്രീം തിന്നത്. തിന്ന് എന്തോ ഇനി ഇങ്ങനൊരു പെരുന്നാൾ വരാനായിട്ട് അടുത്ത വർഷം വരെ കാത്തിരിക്കണം. അതൊരു സുഖമുള്ള കാത്തിരിപ്പാണ്. അടുത്ത വർഷം നമ്മളും നേർച്ചയെടുപ്പിനൊക്കെ ഒന്ന് പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഇതുവരെ അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നാളെ കാണാം വിശേഷങ്ങളായിട്ട്. അതുവരേക്കും ബൈ.